ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. കപ്പയും മത്തി ഫ്രൈ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാ മലയാളീസിനും ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ കപ്പയും മത്തി ഫ്രൈയും. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയും അതുതന്നെയാണ്. കപ്പയും നല്ല കുരുമുളകിട്ട് വറുത്ത മത്തി ഫ്രൈയും. എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ? ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ 5 മണി ആയതേ ഉള്ളൂ. നമ്മുടെ സൂര്യനൊക്കെ ടാറ്റ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അതായത് ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഇരുട്ടിയും തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സൂര്യനൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാനിപ്പോൾ ടെറസിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് കടന്നാലോ? ഞങ്ങൾക്കിവിടെ കുറച്ച് മത്തിയും അതുപോലെ കുറച്ച് കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ കടൽ മീനൊന്നും കിട്ടാറില്ല. ഇതുപോലെ കുറച്ച് വലിയ മീനാണ് കേട്ടോ മത്തി. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി കുറച്ച് വലിപ്പമുള്ള മീനാണ് ഇവിടെ കിട്ടിയത്. ഇവിടുത്തെ മലയാളീസ് നടത്തുന്ന ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഈ മീനും അതുപോലെ കപ്പയൊക്കെ വാങ്ങിയിട്ടുള്ളത്. സാധാരണ നമുക്കിവിടെ കിട്ടുന്നത് വളർത്തുന്ന മീനാണ്. അത് നമുക്ക് വെട്ടി വൃത്തിയാക്കിയാണ് തരുന്നത്. ഇതിപ്പോൾ നമ്മൾ തന്നെ വൃത്തിയാക്കേണ്ടി വരും. ആദ്യം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഇപ്പോൾ ഇവിടെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തേക്കാണ്. ഞാൻ ഇതുപോലെ വരഞ്ഞെടുത്തേക്കാണ് കേട്ടോ. 2 സൈഡും ഇതുപോലെ വരഞ്ഞിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മീനിൻ്റെ തലഭാഗം ഞാൻ അതിൻ്റെ ചികളപ്പൂവൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ തലയോട് ചേർത്ത് വെച്ചേക്കാണ് കേട്ടോ. നമ്മൾ പൊരിക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ എല്ലാ സൈഡും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതൊരു സ്പെഷ്യൽ മസാലയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ആ മസാലയൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ പച്ച കുരുമുളകാണ് എല്ലാവരും ചേർക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് പെരുംജീരകം എടുക്കുന്നുണ്ട്. 1 കുടം വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഈ കുരുമുളകും വെളുത്തുള്ളിയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വേണമെന്നെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 കാര്യങ്ങളോട് ചേർക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ അരപ്പൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് അരപ്പൊക്കെ തേച്ച് പിടിപ്പിക്കുക. അതിൻ്റെ വയറിൻ്റെ ഭാഗത്തും അതുപോലെ തലയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് അരപ്പ് ചേർത്ത് പിടിപ്പിക്കുക. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കപ്പയൊന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇതിപ്പോൾ 1 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വേഗോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ചെറുതായിട്ട് കറുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊളിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതുപോലെ കപ്പ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. കപ്പ കൂട്ടാൻ വയ്ക്കാനല്ല, അപ്പോൾ ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുകയാണ്. ഇനി ഈ കപ്പ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ കപ്പകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് നമുക്ക് ഈ കപ്പയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്ക് വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 പിടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. ചിരകിയ തേങ്ങയാണ്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 നുള്ളു ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ തേങ്ങ കുറച്ച് മാത്രമേ കപ്പയ്ക്ക് അരയ്ക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കപ്പയൊക്കെ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ കപ്പയൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുകയാണ്. അതിനുശേഷം ഇത് അടച്ച് വെക്കുകയാണ്. ഒരു 5 മിനിറ്റെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ അരപ്പിൻ്റെ പച്ച മണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ അരപ്പിൻ്റെ പച്ച മണമൊക്കെ മാറി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മത്ത് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ ഒരു തടി ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് താളിപ്പ് തയ്യാറാക്കാം. അപ്പോൾ താളിപ്പ് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കാം. താളിപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇത് നമുക്ക് കപ്പയുടെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കപ്പയൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ആ കടുവൊക്കെ കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കപ്പക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി അതിനുശേഷം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതേ പാനിൽ തന്നെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില ചേർക്കുന്നത് മീൻ പൊരിക്കുന്ന സമയത്ത് നല്ലൊരു മണം കിട്ടാനും മീൻ പൊടിഞ്ഞു പോകാതെ നമുക്ക് ഇളക്കിയെടുക്കാനും വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർക്കുന്നത്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരപ്പൊക്കെ പുരട്ടി വെച്ച മീനില്ലേ, അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ വേവാനും അധികം സമയമെടുക്കും. ലോ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ ഒരു സൈഡ് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, പച്ച കുരുമുളക് തന്നെ എടുക്കാൻ നോക്കുക. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതാണ്. കുരുമുളകും വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ 2 സൈഡും ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. എന്താ മണമെന്നറിയോ ഈ മസാലയ്ക്ക്? ഇതേ കണ്ടോ? അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള മീനും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ കൂട്ടാനും അതുപോലെ കുരുമുളകിട്ട് പൊരിച്ച മത്തിയും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ രാത്രിയത്തെ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇതേ കണ്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ് രണ്ടും. ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, മലയാളീസിന് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കപ്പയും മത്തിയും. അങ്ങനെ എല്ലാ മറുനാടൻ മലയാളീസിനും വേണ്ടിയിട്ട് ഞാനിത് കഴിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.